ഏറ്റവും കൂടുതൽ അറിയാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡെലിവറി എപ്പോഴാണ് കഴിഞ്ഞത് എന്നുള്ളതായിട്ടുള്ളൊരു സംഭവമാണ് ഹോസ്പിറ്റലിലെ ചെലവ് ഇല്ലേ. ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പോൾ 2025 കഴിഞ്ഞ് 2026 കടന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ 2026 ഫസ്റ്റ് വീഡിയോ ആയിരിക്കുമല്ലോ അതായത്. പിന്നെ അതുപോലെ തന്നെ 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത കുറേ സ്വപ്നങ്ങളാണ്. അതൊക്കെ 2026 സക്സസ് ആയി നടക്കട്ടെ. എല്ലാം അടിപൊളിയായിട്ട് ഒരു വർഷം എല്ലാവർക്കും നേരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ ഡെലിവറി ഡേറ്റ് എപ്പോഴാണ്, അതുപോലെ എപ്പോഴാണ് ഡെലിവറി കഴിഞ്ഞ ഡേറ്റ്, സോറി ഡെലിവറി ഡേറ്റ് അല്ല, എപ്പോഴാണ് ഡെലിവറി കഴിഞ്ഞത്, അതുപോലെ ഹോസ്പിറ്റൽ എക്സ്പെൻസ്, പിന്നെ അതുപോലെ ബർത്ത് ടൈം, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കമന്റ്സിനുള്ള റീപ്ലൈയും. അപ്പം നമ്മളുടെ വീഡിയോ ഇന്ന് അതാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ തുടങ്ങാലോ. ഫസ്റ്റ് നമുക്ക് കമന്റിന് തുടങ്ങാൻ തോന്നുന്നു. അപ്പം നമുക്കൊരു അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ എന്താണ് അശ്വതി പറഞ്ഞിട്ടൊരു അക്കൗണ്ട് വന്നിട്ടാ. ലോകത്തെ ആദ്യത്തെ ഗർഭമാണല്ലോ, എന്താണ് പെണ്ണോ എന്താണ് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എല്ലാം പ്രസവിക്കുക. ആണല്ലോ പെണ്ണോ ആണല്ലോ ഏതെങ്കിലും ഒന്നായിരിക്കും പ്രസവിക്കുക. ഇത് നോക്കി നിൽക്കുന്ന കുറേ മണ്ടന്മാർ പറഞ്ഞാൽ മതി. അതായത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെയാണ് പറയുന്നത്. അതായത് ലോകത്തിൽ എന്തായാലും ആണോ പെണ്ണ ആണെങ്കിലും അതായത് ലോകത്തിൽ എന്തെങ്കിലും പ്രസവിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ആണോ ഒന്നില്ലെങ്കിൽ പെണ്ണായിരിക്കുമല്ലോ. അപ്പം ഇത് നോക്കി നിൽക്കുന്ന കുറേ മണ്ടന്മാർ എന്ന് പറഞ്ഞിട്ട് അതായത് സബ്സ്ക്രൈബേഴ്സിന് വീഡിയോസ് കാണുന്ന ആൾക്കാരെയാണ് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ ഞാൻ കൂടുതലായിട്ട് കണ്ടതല്ല കൂടുതലായിട്ട് എല്ലാത്തിലും പോയിട്ട് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡികളുടെ അടുത്തൊക്കെ താഴെ പോയിട്ട് ഇങ്ങനെ പറയാറുണ്ടെന്ന് അറിയോ, ലോകത്തിലെ ആദ്യത്തെ ഗർഭമാണ്. അത് ഞങ്ങൾ എവിടെയും മെൻഷൻ ചെയ്യണില്ല. ഈ ലോകത്തിലെ എന്താ പറയാ ഫസ്റ്റത്തെ ഡെലിവറിയില് എൻ്റെ ആണ് എന്നുള്ളത് എവിടെയും മെൻഷൻ ചെയ്യണില്ല. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്കേ അറിയുള്ളൂ അതിന്റെ ഫീൽ എന്താണെന്നുള്ളതില്ല. കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് വലിയൊരു ആക്ടിങ് ആയി തോന്നാം. ഒരു 20 സെക്കൻഡിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ ആ ഒരു ഡെലിവറി കഴിയണമെങ്കിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് എന്നുള്ളത് അവിടെ നിൽക്കുന്നവർക്കും അത് അനുഭവിച്ചിരിക്കും മാത്രമാണ് അറിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എത്ര പേരുണ്ടെങ്കിലും ഒരുപാട് സ്ത്രീകളുണ്ട്, എല്ലാവരും പ്രസവിക്കുന്നവരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യമല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ, വീഡിയോ ഇടേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് എല്ലാവരുടെയും വീഡിയോയും കാണാൻ നമുക്ക് ഇടാനും കാണാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫീലിങ്സ് കാണാനായിട്ട് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ എന്താണ് ഷെഫി എന്ന് പറഞ്ഞിട്ടാ, അവർക്ക് പൈസയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ നമ്മളെ നന്നാക്കാനല്ല, നമ്മളോടുള്ള സ്നേഹം കൊണ്ടുമല്ല. എത്ര നാണം കെട്ട് ആണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എന്തിനാ പൈസയ്ക്കാണ് കിട്ടിയ ഒരു അവസരവും മുതലാക്കേണ്ട. വയറ് കാണിച്ച് എന്തൊക്കെ പ്രഹസനമാണ്. വാവച്ചി പറഞ്ഞിട്ട് വേറൊരു സിമ്പല്, ആ സിമ്പല് ഉണ്ട് ഗൈസ്. അപ്പൊ അതെന്താ സംഭവം എന്ന് വെച്ചാല് അല്ല ഞാൻ പറഞ്ഞില്ല, വായിന്ന് വരുന്നുണ്ട് എന്നാലും പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയുള്ള കമന്റ്സ് കൂടുതലും ചെയ്യുന്ന മുസ്ലിംസ് ആയിരിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയറ് കാണിക്കുക, പിന്നെ അതുപോലെ തന്നെ എന്താണ് മുഖം കാണിക്കുക, എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇത് വരുന്നത് കൂടുതലും മുസ്ലിംസിന്റെ ഭാഗത്ത് നിന്നിട്ടാ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വയറ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഒരു തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പൊ സാരി ഉടുക്കുന്നവരൊക്കെ എന്താണ് വയറ് കാണിച്ചിട്ടല്ലേ സാരി ഉടുക്കുക അല്ലേ. പിന്നെ എന്താണ് റീലുകളിലൊക്കെ ഓരോ വീഡിയോസ് വേറെ രീതിയൊക്കെ കാണുമ്പോൾ അതിനൊക്കെ ലൈക്കും കമന്റൊക്കെ ഒരുപാട് ഈ പറയുന്ന ആൾക്കാരനെ ചിലപ്പോൾ കമന്റും ഇടും. നമ്മൾ സമയത്ത് വയറ് കാണിക്കാൻ നമ്മൾ വേണം വെച്ച് കാണിക്കല്ലോ, നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ട് അത് ഇടുന്നു. അതൊരു എന്താ പറയുക നെഗറ്റീവായിട്ടല്ല. അതിപ്പോൾ ഞങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് പലവരും അനുഭവങ്ങളും കാര്യങ്ങളും അവർക്കത് ഫീൽ ചെയ്യുന്നത് കൊണ്ട് അവർ കമന്റ് ചെയ്യാറുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ചാനലാണ്, അപ്പൊ ഞങ്ങളുടെ ഇതല്ലേ ഇടാൻ പറ്റുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ ഇത് എന്താണ് അവർക്ക് പൈസക്ക് വേണ്ടിയാണ്, അല്ലാതെ ഇത് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താ പറയാ ബേബി, ഈ പൈസക്ക് വേണ്ടിയാണ് എന്നുള്ളത്. ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പൊ യൂട്യൂബ് ആണ് ശരി, എല്ലാവരും പൈസക്ക് വേണ്ടി വീഡിയോ ഇടുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ. അല്ലാതെ വെറുതെ ഒരു എന്താ പറയാ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ആരും ഇടണം, എല്ലാവർക്കും പൈസക്ക് വേണ്ടിട്ട് തന്നെ ഇടണം. ഇപ്പൊ നോർമൽ ഒരു വർക്ക്, ഇപ്പൊ യൂട്യൂബ് എന്നല്ലാണ്ട് നോർമൽ എന്തൊരു വർക്ക് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നത് പൈസ. കാരണം നമുക്ക് ജീവിക്കാൻ അത് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് വീഡിയോ ഇടുന്നതിലൂടെ ഞങ്ങൾ റവന്യൂ കാണുന്നു. അപ്പം നിങ്ങൾക്കും പറ്റും, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പം നിങ്ങൾക്കത് പറ്റാത്തത് കൊണ്ടല്ലേ. അപ്പം മറ്റുള്ളവരിനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് വരരുത്. പൈസക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ നിറയെ ഹാർഡ് വർക്ക്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, കാണാൻ താല്പര്യമുള്ളവർ കാണാം, ഇല്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്തിട്ട് പോവാം അല്ലേ ബേബിയെ. തീർച്ചയായിട്ടും. ഈ സമയത്ത് എങ്ങനെയാണ് ഇതൊക്കെ വീഡിയോ ഇടുന്നത്? പ്രഗ്നൻസി ടൈമിൽ ഡെലിവറി ഒക്കെ ഇപ്പോൾ ഒരു
ട്രെൻഡ് മാത്രമാണ് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് സനൂജ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കേട്ടാ ഒരു അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ എന്താ ട്രെൻഡിന് വേണ്ടിയിട്ട് പ്രസവിക്കുന്ന എനിക്ക് തോന്നുന്നുള്ളൂ. ഇപ്പോൾ ഈ നാട്ടിൽ ഇപ്പോൾ യൂട്യൂബും കാര്യങ്ങളും മറ്റേ വീഡിയോയും ചെയ്യാത്ത ആൾക്കാർ പ്രസവിക്കുന്നതൊക്കെ ട്രെൻഡിന് വേണ്ടിയിട്ടാണോ? എനിക്കത് തോന്നിയില്ല. വീഡിയോ ഇടുന്നതുകൊണ്ട് അവർക്കത് ട്രെൻഡായി തോന്നുന്നു. ഗൈസ് ഇപ്പോൾ ഈ ട്രെൻഡിന് വേണ്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീനെ ഞങ്ങൾക്ക് നമ്മളെ പൂച്ചക്കുട്ടികളെ കൊണ്ട് കളയുന്നത് പോലെ വലിച്ചെറിയാനൊന്നും പറ്റില്ല. ഞങ്ങൾ തന്നെ നോക്കണം. അപ്പം ഞങ്ങളതിന് വില്ലിങ് ആയിട്ട് കഷ്ടപ്പാടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് അത് ഞങ്ങൾക്ക് വേണ്ടി ഈ രണ്ട് കുട്ടികൾ. തീർച്ചയായിട്ടും. പിന്നെ മെയിനായിട്ട് വാവിച്ചിക്ക് ഒരുപാട് നെഗറ്റീവ് വന്നൊരു സംഭവമാണ് ലിപ്സ്റ്റിക് ഇട്ടാ. എന്നാണ് ഈ വേദന ടൈമിൽ ലിപ്സ്റ്റിക് ഇടാൻ പറഞ്ഞില്ല ഗൈസ്. വാവിച്ച് ഓൾറെഡി ഇവിടെ നിന്ന് പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഇടും. നിൽക്കുന്നൊക്കെ ഞാൻ പറയാം, ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഇടും. കാരണം കുട്ടി ജനിച്ചു വരുമ്പോൾ അമ്മ സുന്ദരിയാണെന്ന് എന്നൊക്കെ വേണ്ടി പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ പറയട്ടെ, ജോക്കായിട്ട് പറഞ്ഞാണ് ഞാൻ എന്നാലും പറയാം. പക്ഷെ ഈ ലിപ്സ്റ്റിക് ഇട്ടത് ഡെലിവറി പെയിന് വന്നിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് കയറിയതല്ല. ഇപ്പൊ നോർമൽ ഇപ്പോൾ നമ്മൾ കുറച്ച് എക്സ്പെൻസ് ആയിട്ടുള്ള സാധനങ്ങൾ വാട്ടർ പ്രൂഫിങ് കാര്യങ്ങൾ എടുക്കും, നമുക്ക് കുറച്ച് ലൈഫ് കിട്ടും അതിന്. ഇപ്പോൾ ഓരോ സ്പ്രേ ഒക്കെ എടുക്കുമ്പോൾ 9 to 5 എന്നൊക്കെ പറയില്ല. അപ്പൊ അതുപോലെ കുറച്ച് ലൈഫ് കിട്ടും. മുമ്പേ ഇട്ട സാധനം അതങ്ങനെ പോവാതെ അവിടെ അങ്ങനെ നിന്നു, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് പ്രസവിക്കാൻ ഞാൻ പെയിൻ വന്ന സമയത്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോയതല്ല. അത് മനസ്സിലാക്കാം. എന്റെ കൺമശിയാണ് ശരി, എന്റെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സംഭവം ആയതുകൊണ്ട് അത് അവിടെ തന്നെ നിന്നുണ്ട്, പോയിട്ടില്ല. ഇതേ ഈ മറ്റേ കമന്റ് ഇട്ട സമയത്ത് അവരുടെ വീട്ടിലെ അമ്മായി അടക്കം അത് മറ്റേ എന്താണ് ഇത് ചർച്ച ചെയ്യണ്ടെന്ന് കമന്റ് ചെയ്യണം. വീട്ടിലെ അമ്മായിമാര് അമ്മമാരൊക്കെ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ പറയുക, എന്റെ ചുണ്ട് എന്റെ കണ്ണ് എനിക്കത് ഇടാൻ ഇഷ്ടമുണ്ട്, അത് ഞാനിടും. എനിക്ക് ഒരാളുടെ ഒരു ഇതൊന്നും വേണ്ട. പിന്നെ വേറൊരു കമന്റ് ഇട്ടാ ബേബി ഗേൾ ആണ്, അതാണ് വലിയ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് ഏത് മറ്റേ നമ്മൾ ഇതിട്ടില്ലേ അല്ല ഡെലിവറി വീഡിയോ ഇട്ടില്ലേ, മറ്റേ ലൈവ് ഡെലിവറി വീഡിയോ, അതിൽ വന്നിട്ട് കമന്റ് ചെയ്താണ് കേട്ടാ. ഭാവിച്ചു പറഞ്ഞു. എനിക്ക് പറയേണ്ടതെന്ന് അറിയോ, ഇതേപോലെ ചിങ്കുടുവിന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രസവിച്ച സമയത്ത് എന്റെ ഫേസിൽ ചിരി കാര്യങ്ങളൊന്നും കണ്ടില്ല. അതേപോലെയാണ് ഇപ്പോഴും ഈ ഒരു കമന്റ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഡെലിവറിക്കും. ഗൈസ് പ്രസവിക്കണത് ഞാനാണ്, അല്ലാണ്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ല ചിരി വരാൻ വേണ്ടിയിട്ട്. ഈ ഡെലിവറി സമയത്ത് കുട്ടി പുറത്ത് വന്നത് എടുത്ത് മേലെ കൊണ്ടിടും. അപ്പോൾ എന്ത് പെട്ടെന്ന് ഇതാ ഇങ്ങനെയുള്ളത് ഇങ്ങനെ ആവാൻ പറ്റുമോ? അത് ചിലവർക്ക് ചില രീതിയിലാണ് മറ്റേ ഇതൊക്കെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ വരിക. അതായത് ഇപ്പോൾ വാവിച്ചിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവിച്ചിക്ക് ഒരു പെയിന് ഉള്ളത് കൊണ്ട് വാവിച്ചിക്ക് ഡെലിവറി ചെയ്യുന്ന കുട്ടീനെ വെച്ചിട്ടും അതിന്ന് വാവിച്ച് വിട്ടിട്ടില്ല. ചിലല്ല, ഞാൻ കുറേ റീലുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് പോലെ എടുത്ത് വെച്ചും ചിരിക്കുന്നത്. അത് ഓരോരുത്തർക്കും ഓരോരോ ഇതാണ്, അവരുടെ അനുസരിച്ചിട്ടാണ് വരിക, പെയിനനുസരിച്ചിട്ടല്ലേ. അപ്പൊ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്റെ പെയിനേ മാറാൻ വഴിയില്ല, അപ്പോഴേക്കടുത്ത് കുട്ടീനെ അടുത്ത് മേലെ ഇട്ട് പിന്നെ ഞാൻ എങ്ങനെ ചിരിക്കുക. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താ സന്തോഷം ഇല്ലാതിരിക്കുവോ? പിന്നെ പെൺകുട്ടിയാണ് ആൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സന്തോഷമില്ലായിരിക്കില്ല. ഇപ്പൊ നമ്മള് കുറെ പേര് അങ്ങനെ ഉണ്ട് കേട്ടോ, ഇല്ലാന്നും പറയണല്ലോ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഹാപ്പിയാണെന്നുള്ളൊരു തന്നെ. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ അത് എന്താണെന്നുള്ളത്. ഈ പുറമെ നിന്ന് കാണുന്നവർക്കൊന്നും അത് അനുഭവിച്ചറിയണം, എന്നാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഇത് അറിയുള്ളൂ. പിന്നൊരു കമന്റ് ഇട്ട് അത് കുറച്ചൊരു ഇതായി തോന്നി. ഇവർ മാത്രമാണ് ലോകത്ത് പ്രസവിച്ചത്, എന്നിട്ട് പറയും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല, എല്ലാത്തിനും സമയമുണ്ട്, ജെൻഡർ റിവീൽ ചെയ്യാൻ സമയമില്ല, വീഡിയോ ആരും കാണണ്ട പറഞ്ഞിട്ട് 2 കമൻറ്റ് സെയിം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കേണ്ട. അപ്പോൾ ഈ കമൻറ്റ് ചെയ്ത് റമീസ എന്നാ എന്തുകൊണ്ടൊരു അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പം ഞങ്ങളുടെ ടൈമിൻ്റെ കാര്യം നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം ഇപ്പോൾ ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ വൈകുന്നേരം 5 മണിയായി, ഞങ്ങൾ ഈ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ പ്ലാൻ ചെയ്യുക. പക്ഷെ ഓരോരോ കാര്യങ്ങളായിട്ട് എടുക്കാൻ പറ്റാതെയാണ് ഈ 5 മണിക്ക് വീഡിയോ എടുക്കുന്നത്. ഇന്ന് തന്നെ പോസ്റ്റും ചെയ്യണം. അത് എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. നമുക്കിവിടെ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യണം, അതല്ലാണ്ട് പുറത്തു കൊണ്ട് കുറേ കാര്യങ്ങളുണ്ടോ. ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നോരോന്ന് വീഡിയോ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എഡിറ്റിങ് കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ഇത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ആവുള്ളൂ. പിന്നെ കഷ്ടം തന്നെ ബേബിയുടെ ജെൻഡർ റിവ്യൂല് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു. ബേബിയുടെ ജെൻഡർ റിവ്യൂല് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുകയല്ല, ജെൻഡർ റിവീൽ ചെയ്യണു. ഞങ്ങൾക്കിപ്പോൾ നോർമലി കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഫസ്റ്റ് മുതൽ ഉണ്ടായിരുന്നു. കണ്ടന്റിന് വേണ്ടി പ്രസവിച്ചതോ കണ്ടന്റിന് വേണ്ടി ഡെലിവറി വീഡിയോ ഇടുമോ അങ്ങനെയല്ല. നമ്മൾ ഓരോ വീഡിയോയും ഓരോ സ്റ്റെപ്പായിട്ട് ഇട്ട് പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ടന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അതൊരു പ്രധാനം തന്നെയാണ്. ഈ മറ്റേ വീഡിയോ ചെയ്യുന്നവർക്ക് അത് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ നമ്മൾ കണ്ടന്റിന് വേണ്ടി പ്രസവിച്ചു, കണ്ടന്റിന് വേണ്ടി വീഡിയോ ഇടുന്നു പറയുമ്പോൾ നമുക്കതൊരു ഇതാണ്. അപ്പം അതുകൊണ്ട് പറയുന്നത് ഇപ്രാവശ്യമാണ് ഞങ്ങൾ എല്ലാം കൊണ്ടും കുറവ് സത്യം. ഞങ്ങൾ ഇഷ്ടം പോലെ അല്ല, ഇപ്രാവശ്യം റീൽസ് ഞങ്ങൾ ഷോർട്സും പോസ്റ്റ് ചെയ്യുന്നെങ്കിലും അതും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഒന്നും ഇല്ല, ഇട്ടിട്ടുണ്ടായില്ല. നമ്മളൊന്നും ഇട്ടിട്ടില്ല. മാക്സിമം
വേറെ കണ്ടന്റുകൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടന്റിന് പറയുന്ന ഒരു കണ്ടന്റ് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നും പ്രസവിക്കലും പിടിക്കലും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യണം അങ്ങനെയൊന്നും ഇതൊന്നുമില്ല. കണ്ടന്റ് ഇടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വേണ്ടി ചെയ്യില്ല, അത് ആരും ചെയ്യാൻ നിൽക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അല്ലേ. അപ്പം ഇനി ഗൈസ് കമൻറ്റ് ഇനി ഒരുപാടുണ്ട്, എല്ലാം വലിച്ചു നീട്ടി കൊണ്ടുപോകണം. നമുക്ക് കുറേ മോശമായിട്ട് ഇനിയും വരുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ പിന്നെ അത് ചെയ്യുക Q&A പോലെ. അപ്പോൾ ഇപ്പോൾ പറയണം തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇത് കിടക്കാം. ഫസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഏറ്റവും കൂടുതൽ അറിയാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡെലിവറി എപ്പോഴാണ് കഴിഞ്ഞത് എന്നുള്ളതാണ്. കാരണം ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നത് കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെയാണ് അല്ലേ. കാരണം നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടൊന്നും എഡിറ്റ് ചെയ്യാനും പിന്നെ അറിയാലോ സിറ്റുവേഷൻ, 2 പിള്ളേരാകുമ്പോൾ അതിനനുസരിച്ച് മാനേജ് അല്ല അത് മനസ്സിലാവണവരുണ്ട് കുറേ പേര് കേട്ടോ. കാരണം അങ്ങനെ കുറേ പേര് കമന്റ് ചെയ്യും. എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ടൈം പോകുന്നത് ഭയങ്കര ഫാസ്റ്റ് ആണ്. അത് എന്താണെന്ന് അറിയില്ല, നല്ല ഫാസ്റ്റ്. എത്ര ടൈം കിട്ടിയാലും പോരാ. 2025 പോയത് തന്നെ ഒരു മാസം പോലെയാണ് ഫീൽ ചെയ്തത്, വർഷം പോയത് സത്യമായിട്ട്. കാരണം പ്രഗ്നന്റ് ആയി, പിന്നെ ചിങ്കിടു ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ടൈം പെട്ടെന്ന് പോയി. പ്രഗ്നന്റ് ഇപ്രാവശ്യം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പൊ എന്തായാലും ടൈം കളയണ്ട. ഡെലിവറി ഡേറ്റ് കഴിഞ്ഞ ഡേറ്റ് വന്നിട്ട് 20-ാം തീയതി 20/12/2025. ടൈം വന്നിട്ട് ഈവനിങ് 6:39 ഡെലിവറി കഴിഞ്ഞിട്ട് കേസ്. അതായത് രാവിലെ കയറിയതാണല്ലോ, ഈവനിങ് ആണ് ഡെലിവറി എല്ലാം കഴിഞ്ഞത്. നെക്സ്റ്റ് വന്നിട്ട് ഡിസ്ചാർജ് വന്നിട്ട് 22-ാം തീയതി നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് 19-ാം തീയതി. ഡെലിവറി കഴിഞ്ഞത് പിറ്റേ ദിവസം ഡിസ്ചാർജ് വേണോ ചോദിച്ചു, പക്ഷെ ഞാൻ വില്ലിങ് ആയിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം കൂടി ഇരിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ 19-ാം തീയതി നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 19, 20, 21, 22. കാരണം നമുക്കിപ്പോ അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ട് വരണം, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചൊരു ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതുപോലെ ഇനി വരണമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അവിടെ ഇരുന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ വന്നില്ല. ഡെലിവറി എവിടെ കഴിഞ്ഞെന്ന് ചോദിച്ചതിന് വന്നിട്ട് ഞങ്ങൾ കോയമ്പത്തൂർ തന്നെ മറ്റേ ബ്ലൂമിംഗ് ബെല്ലി എന്ന് പറഞ്ഞിട്ട് നാച്ചുറൽ ബർത്തിങ് സെന്റർ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ചെയ്തത്. ചിങ്ഡുവിൻ്റെ അവിടെ തന്നെ ആയിരുന്നു. ഞങ്ങൾ ചിങ്ഡുവിൻ്റെ ടൈമിൽ അവിടെ കുറച്ച് കംഫർട്ട് ആയതുകൊണ്ടാണ് സെക്കൻഡ് ടൈം അവിടെ പോയത്. അപ്പോൾ പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഹോസ്പിറ്റലിലെ ചെലവ്. ചെലവ് മീൻസ് എക്സ്പെൻസ് എല്ലാം കൂടിയിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ ഡെലിവറിക്ക് മാത്രം ഹോസ്പിറ്റൽ ബില്ല് മാത്രം 1 lakh above ആണ് കേട്ടോ. 1 lakh above ആണ് പോയിരിക്കുന്നത്. അതല്ലാതെ നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ അതല്ലാതെ എന്താണ് ഇത് എനിക്കുള്ള ചെലവ് മാത്രമാണ്. ബേബിന്റെ, അതായത് നമ്മുടെ കുഞ്ഞാവന്റെ വേറെ, അതായത് ഒരു 5,000 ആ ഒരു റേഞ്ചിലാണ് എന്താണ് കുഞ്ഞാവയ്ക്കുള്ള. അപ്പൊ ഏകദേശം ഒരു 1 lakhന്റെ മേലെ പോയിട്ടുണ്ട്. പിന്നെ ഇതല്ലാതെ നമുക്ക് വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ, ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. 5 പേർക്കും ഫുഡും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അതിനൊരു അത്യാവശ്യം എക്സ്പെൻസ് പോയിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഇപ്രാവശ്യം ഞങ്ങൾ പോയ ടൈമിൽ കോയമ്പത്തൂർ ഫുഡൊക്കെ ഒരുപാട് റേറ്റ് പോലെ തോന്നിയില്ല, നല്ല എക്സ്പെൻസ് പോലെ തോന്നി. ഒരു നേരം നമുക്ക് നല്ല രീതിക്ക് മറ്റേ ഫുഡിന് പൈസ കൊണ്ടുവരുന്നത്, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പൊ മൊത്തത്തിൽ അവിടെ പ്രൈസിങ് നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലാണ് കുറച്ച് ബെറ്റർ, എന്നാലും നല്ല രീതിക്ക് മാറ്റുന്നുണ്ട്. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ മാത്രം കുറച്ച് ബെറ്റർ ആണ്. അപ്പൊ കൂടുതൽ അവിടെ നിന്ന് മേടിച്ച് ഫുഡ് നല്ല ഫുഡായിരുന്നു. അപ്പൊ ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞത് ആ ഹോസ്പിറ്റലിന്റെ ഉള്ളത് മാത്രമാണ് ഡെലിവറി ടൈമിൽ. കാരണം അതിൻ്റെ ഉള്ളിൽ ഇപ്പം എനിക്ക് പെയിന് വന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നല്ലോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ റൂം എടുത്തത്, ഇത്രയും ദിവസത്തെ റൂം റെൻറ്റ്, അതുപോലെ തന്നെ എന്താണ് ലേബർ വാർഡിലുണ്ട്. ലേബർ വാർഡിൽ ഇപ്പോൾ വായിച്ച് പോയി വരിക, പിന്നെ കൂടുതൽ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിരിക്കുന്നില്ലേ. പിന്നെ അത്രയും നേരം ഇവർ നോക്കണമുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം കൂടിയിട്ട് പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെന്നെ മേടിച്ചിട്ട് വരും. റൂമിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഓരോ റൂം ഓരോ റേറ്റ് ആണ്, അതിനനുസരിച്ചിരിക്കും പേയ്മെന്റ്. ഇതിന്റെ ലോ ആയിട്ടുള്ള പേയ്മെന്റിൽ മറ്റേ റൂമും ഉണ്ടായത് ലേബർ വാർഡിന്റെ തൊട്ട് തന്നെ. പക്ഷെ നമ്മൾ ഇത്ര പേരുള്ളതുകൊണ്ട് നമുക്ക് ചെറിയ റൂം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വലിയ റൂം എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു റെന്റും വരും. പിന്നെ അതുപോലെ തന്നെ ലേബർ വാർഡിൽ മെയിനായിട്ട് കാരണം എനിക്ക് സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഓർഡർ വന്നിട്ടില്ല ഒരുപാട്. അവര് തന്നെ മാക്സിമം എല്ലാം മേടിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും അത്ര ബില്ല് വന്നതെന്നാണ് തോന്നുന്നത്. കാരണം ചിലപ്പോൾ ഞങ്ങൾക്ക് ഉള്ള ഈ ബില്ലായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോണ ആൾക്കാർക്ക് ചിലപ്പോൾ നല്ല കുറവായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ദൂരത്തടിക്കുന്നു. അല്ല അങ്ങനെയല്ല ബേബി,
ചില ആൾക്കാർക്ക് കുറെ ആൾക്കാരുള്ളതുകൊണ്ട് അവർ പുറത്തുനിന്ന് കറക്റ്റ് നോക്കി നോക്കി മേടിക്കും. ഇത് ഞാൻ പറഞ്ഞു നമ്മൾ ഉള്ളിലാണല്ലോ, അതുകൊണ്ട് അവര് തന്നെ മേടിച്ച് തന്നെ സംഭവം. ഒരു ചായക്കൊക്കെ 25 രൂപ എന്തോ ആണ്. അത് ഹോസ്പിറ്റലിൽ മാത്രമല്ല, പുറത്തോ തന്നെയാണ് നല്ല റേറ്റ് ഉണ്ട്. അത് എന്താണെന്ന് അറിയില്ല, ഇപ്രാവശ്യം അങ്ങനെ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറെ ചായ കുടിച്ചിട്ടുണ്ട്, ജ്യൂസ്, അതുപോലെ കുറെ ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അതുപോലെ കുറെ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടും ഉണ്ട്. പക്ഷെ എനി ടൈം അവിടെ അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എല്ലാ രാത്രിയാണെന്നുണ്ടെങ്കിൽ എത്ര സമയമായാലും എന്തോ ഇപ്പോൾ ചായ കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യക്ക് വേണം പറഞ്ഞാൽ അവർ പെട്ടെന്ന് റെഡി ആയിട്ടല്ലേ. പിന്നെ നേഴ്സുമാരൊക്കെ നല്ല രീതിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെയൊക്കെ നമ്മൾ മെയിനായിട്ട് അവർ കെയർ ചെയ്ത്, പിന്നെ റൂം കാര്യങ്ങൾ ക്ലീനിങ് എല്ലാം നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആയി വരുന്നതാണല്ലോ ഈ ഒരു ഇത്രയും ദിവസം ഉണ്ടാ. അപ്പൊ അതിന്റെയാണ് ഹോസ്പിറ്റൽ ബില്ല് ഈ ഒരു റേഞ്ച് വന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കുഞ്ഞാവിന്റെ ആണ് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്തത് അല്ലേ, 5000 ആ ഒരു റേഞ്ചിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെ NICയിൽ കിടത്തേണ്ട ആവശ്യം വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അതിന് എക്സ്പെൻസ് എക്സ്ട്രാ വരും എന്തായാലും. അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തോ ചെറുതിനിപ്പോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈമിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഗൈസ് അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട്. ഇനി വേറെ ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി കമൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ വേണമെങ്കിൽ Q&A ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഈ വീഡിയോ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ 2026 സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂ വീഡിയോ ഞങ്ങൾക്ക് ഇട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെങ്കിൽ പറയും, ഞങ്ങൾ ചെയ്യാലോ. കാരണം ഞങ്ങൾ ഇനി ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വെറുപ്പിക്കലാവാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത് ചെയ്ത കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വരും. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ പറഞ്ഞു ഇത് അടിയിൽ കൊണ്ടിട്ടു. ഞങ്ങൾക്ക് അതിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ എന്ത് കേട്ടാലും നമുക്ക് എത്ര നെഗറ്റീവ് വന്നാൽ നമുക്കത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. എടുത്ത് പറയാം, അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. ഐസ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും, ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാലോ. ബർത്ത് വെയിറ്റ് വിട്ടുപോയിട്ടുണ്ട്, പക്ഷേ അത് ഞങ്ങൾക്ക് പറയാനുള്ളൊരു ഇതൊന്നുമില്ല. അപ്പൊ അത് കാരണമാണ് ഞങ്ങൾ പറയാത്ത. ബർത്ത് വെയിറ്റിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നിയില്ലേ? അതെ, അതുകൊണ്ട് കുട്ടിക്ക് തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ബർത്ത് വെയിറ്റ് വേണ്ടാന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 12 ദിവസമായി ഗൈസ്. അല്ല, ഡെലിവറി ഡേറ്റ് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും 12 ദിവസമായി. അപ്പൊ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തത് തന്നെ ഏകദേശം ഒരു ടൈം കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തത്. പിന്നെ മെയിൻ ആയിട്ട് മറ്റേ വളകാപ്പിന്റെ ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് പാടുപെട്ടു. കാരണം വളകാപ്പിന്റെ വീഡിയോസ് ഞങ്ങൾ ഓൾറെഡി ഒരു മാസത്തിന് മേലെ, നമ്മൾ ഡെലിവറിക്ക് മുമ്പ് 1 മാസത്തിന് എന്തോ ഷൂട്ട് ചെയ്ത് നമുക്കത് കിട്ടാൻ നല്ല രീതിക്ക് ഡിലേ ആയതുകൊണ്ടാണ് വളകാപ്പിന്റെ ശരിക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉള്ള ടൈമിലാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്നറിയോ, ഞങ്ങള് ഇപ്പോൾ ചിങ്കടൂന്റെ ആണെന്നുണ്ടെങ്കിൽ ചിങ്കടൂന്റെ നല്ലപോലെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ അടുത്ത ആളിന് ഞങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ടൈം ഇല്ലാണ്ടും ഞങ്ങൾ ഓരോരോ സംഭവങ്ങളും എങ്ങനെയെങ്കിലും എല്ലാ സംഭവങ്ങളും ചെയ്ത് ഫിനിഷ് ആക്കി എന്നുള്ളതാണ് അതിലൊരു അത് കറക്റ്റ് ഡേറ്റ് തന്നതിനും വെച്ചിട്ട് ചില ഷൂട്ടും കാര്യങ്ങളൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കറക്റ്റ് എല്ലാ ഷൂട്ടും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ അതിലൊരു ഡിലേ ആയത് വളകാപ്പിന്റെ മാത്രമാണ്. കാരണം ഞങ്ങൾ മാക്സിമം 1 മാസം മുന്നേ തന്നെ, 1 മാസമല്ല ഏകദേശം ഒരു അത്യാവശ്യം ഒരു 3 ആഴ്ചന്റെ മേലെ ആയിട്ടുണ്ട്. കോസ്റ്റ്യൂം എല്ലാം റെഡി ആയി. അത് മാത്രമല്ല എന്താണ് കോസ്റ്റ്യൂം, മേക്കപ്പിന്റെ ഇവന്റെ എല്ലാവരും നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് നല്ല രീതിക്ക് ഡിലേ, ഞങ്ങൾക്ക് വളകാപ്പിന്റെ അതുകൊണ്ട് ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ സങ്കടം. ഡെലിവറി വീഡിയോ ഇടേണ്ട ടൈമിൽ വളകാപ്പിന്റെ കേക്ക്, കാരണം നമുക്ക് ഡെലിവറി വീഡിയോ ഇട്ടിട്ട് വളകാപ്പും ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ആ വീഡിയോസ് ഇടാതിരിക്കാനും പറ്റില്ല. കാരണം ഇത്രയും പേരുടെ ഹാർഡ് വർക്ക് അതിലുള്ളതാണ്. അപ്പൊ അത് ഞങ്ങൾ ഇടാതിരുന്നു പറഞ്ഞാൽ നമുക്ക് തന്നെ അതൊരു മോശമായിട്ട് വരും. അതുകൊണ്ടാണ് കേസ്. അപ്പൊ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.